ഹലോ യെസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോവളത്തുള്ള സമുദ്ര ബീച്ച് പാർക്കിലോട്ടാണ്. ഇന്നാളെ ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് വ്യൂസൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് 3 മണി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. വ്യൂസൊക്കെ കാണിച്ചു തരാം. ഇന്ന് രാത്രി കൊണ്ട് ഈ പടം വരയ്ക്കുന്നതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടുത്തെ ചോറിലൊക്കെ നല്ല ഭംഗിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റ് സമയം ഇത്രയും നേരം ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നതും തിരക്ക് തുടങ്ങി. ഇവിടെയൊക്കെ രാത്രി കാൻഡിൽ ലൈറ്റ് ഡിന്നർ കിട്ടും. ഞാൻ അന്ന് രാത്രി ഇതുവരെ വന്നിട്ട് പോയി. സ്കൈയും ബീച്ചും കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നടന്ന് കോവളം ബീച്ച് പോകാൻ പറ്റും. നമുക്ക് ആ റൂട്ട് വഴി നടക്കാം. ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങില്ല, അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ രാത്രി കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കിട്ടും. ബീച്ച് ഒക്കെ കണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. പട്ടി അനാവശ്യമായിട്ട് കുരയ്ക്കുന്നു. നല്ല രസമുള്ള പട്ടി. നമുക്ക് ഇതുവഴി മുകളിലോട്ട് കയറി പോകണം, സ്റ്റെപ്പ് കയറി. ഇതുവഴി കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും സ്റ്റെപ്പ് കയറി പോവാം. തിരക്ക് കുറയണ സമയം നോക്കിയാണ് ഞാൻ വന്നത്. വലിയ തിരക്കില്ല, കുഴപ്പമില്ല. കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളാ സ്റ്റെപ്പ് ഇറങ്ങി വേറൊരു ബീച്ചിലോട്ട് വന്നിറങ്ങി. അപ്പോൾ ഇതാണ് കോവളം ബീച്ച്. നമ്മളെ സമുദ്ര ബീച്ച് പാർക്ക് വഴി ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടെത്തും. നമുക്ക് തിരിച്ച് സമുദ്ര ബീച്ച് പാർക്കിലോട്ട് പോകാം. കാരണം വണ്ടി ഞാൻ എവിടെയാണ് പാർക്ക് ചെയ്തത്. ഈ നേരത്തെ വന്നുകൊണ്ട് വലിയ ബോറടി ഇല്ലാതെ കാണാൻ പറ്റി.
ഇവിടെ ഒരു ബീച്ചുണ്ട്, അപ്പുറത്തുമുണ്ട്. പള്ളിയുടെ അടുത്തുള്ള ബീച്ച് നല്ല തിരക്കുണ്ട്, ഇവിടെ വലിയ തിരക്കില്ല. ഇത് നടന്നു കഴിഞ്ഞാൽ ബീച്ചിൽ പോവാം. ഞാൻ പക്ഷെ നടക്കണില്ല, ഞാൻ പോകുന്നു. ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ബീച്ചിലോട്ട് വന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ബീച്ചിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. ബീച്ചൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്പോട്ടാണ്. ഇവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ആ ഓട്ടോയിൽ കൂടെ ഇങ്ങ് കയറിയപ്പം വന്നൊരു സ്ഥലമാണ്. ഇവിടെ എവിടെ നിന്നാലും നല്ല വ്യൂ കാണാൻ പറ്റും. ഇപ്പം ഞാൻ നിൽക്കുന്നത് നല്ല ഹൈറ്റിലാണ്, ഒരു പാറയുടെ മുകളിൽ കയറിയിരിക്കുക. ആ കാണുന്നതാണ് കോവളം ബീച്ച്, ഇതാണ് സമുദ്ര ബീച്ച്. ഇതിൻ്റെ താഴെയാണ് സമുദ്രേര പാർക്ക്. എന്താ ഈ ഉടുക്കി കൂടെയാണ് കയറി വന്നത്. ഇത് KTDCയുടെ റിസോർട്ടാണെന്ന് തോന്നുന്നു. തിരക്കില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ശല്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു, കുറച്ച് ആൾക്കാരും ഇല്ലാതെ ഒരുപാട് ശല്യം ചെയ്യാനായിട്ട് ആരും വന്നില്ല. ശല്യമില്ലാതൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ തിരിച്ചിറങ്ങി കാണുന്നതാണ് സമുദ്ര ബീച്ച് പാർക്ക്, സമുദ്ര ബീച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ടാറ്റാ ബൈ.